ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്വിക്കായിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്ന കേട്ടോ. ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം. ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് റൈസ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അരിപ്പൊടി എടുത്ത് വെച്ചു. ഓക്കെ, പിന്നെ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ട് കൂടെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ച് വെക്കാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഈസ്റ്റ് ഉണ്ടാക്കി പിന്നെ നമുക്ക് ആവശ്യമുള്ള കോക്കനട്ട് മിൽക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല വേഗത്തിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചൊന്നും ഉണ്ടാക്കാനല്ല, ജസ്റ്റ് കോക്കനട്ട് മിൽക്ക് കൊണ്ട് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ അരിപ്പൊടി എടുത്ത് ഈസ്റ്റ് ശരിയാക്കി വെച്ചുകൊണ്ട് ഇനി കോക്കനട്ട് മിൽക്ക് എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഈസ്റ്റില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഈസ്റ്റും ആ ഷുഗറോടും ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു നുള്ള് ഉപ്പ്. ഓക്കെ, ഈസ്റ്റ് ഇട്ടു, നമ്മൾ എന്താ പറയുക, സാൾട്ട് കുറച്ചിട്ടല്ലേ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റ് മതി. ഞാൻ ഒരു നുള്ള് ഓക്കെ, ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ പറഞ്ഞില്ല വേഗത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു, 2 കപ്പ് അരിപ്പൊടി ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ഷുഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആണല്ലോ, നമുക്ക് അത് കുറച്ച് ഷുഗറോട് ഇട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകും. ഓക്കെ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, കുറച്ചുകൂടി തേങ്ങാപ്പാൽ വേണം. ഓക്കെ, ഞാൻ 1 കപ്പൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു ഉണ്ടാക്കി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കട്ടെ. ഓക്കെ, ഒത്തിരി ഇതാവണ്ടല്ലോ, വെള്ളം പോലെ ആവല്ലോ വട്ടയപ്പത്തിന്. ഓക്കെ, അപ്പം ഒത്തിരി വെള്ളം പോലെ വേണ്ട. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് നോക്കട്ടെ. ഞാനിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു. ഒത്തിരി വെള്ളം ആവണ്ടല്ലോ വട്ടയപ്പത്തിനായപ്പോൾ, ഒത്തിരി വെള്ളം ആവില്ല, കുറച്ച് തിക്കായിട്ടൊക്കെ ഇരിക്കണം. അപ്പം 2 കപ്പ് അരിപ്പൊടി എടുത്തു. അത് സെയിം എമൗണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തത്. പക്ഷേ തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്തതുകൊണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാം വാട്ടറിൽ ഈസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചത് കേട്ടോ. കുറച്ച് ഷുഗറുമായിട്ട് അത് ഇട്ടു. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടു. ഓക്കെ, ഞാൻ നല്ല ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷുഗർ ആവശ്യമുള്ളൂ, ഞാൻ നന്നായിട്ട് ഇട്ടുണ്ട്, എനിക്ക് മധുരം വേണം. പിന്നെ ഇത് ലാസ്റ്റ് ഒരു ഇച്ചിരി കാർഡമം പൗഡർ. ഓക്കെ, ഒരു മണത്തിന് വേണ്ടി ഇട്ടതാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഇതുണ്ടാക്കുമ്പോൾ വേണം നമുക്ക് കാഷ്യൂ നട്ടൊക്കെ എൻ്റെ പുറത്ത് വെച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഇപ്പം വെള്ളം വേണം എന്ന് വിചാരിച്ചാൽ കുറച്ച് വാം വാട്ടർ ഉണ്ടാക്കി വെച്ചേക്കണം. ഓക്കെ, എന്നിട്ടതിങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ ആ തിക്നെസ് നോക്കി എടുക്കുക. ഓക്കെ, ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ട് മതി. വേണമെങ്കിൽ ഇത്തിരി ഇപ്പം ഞാൻ ഒന്ന് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ വാം വാട്ടർ യൂസ് ചെയ്യും. ഓക്കെ, പച്ചവെള്ളം, ഈ പ്ലെയിൻ വാട്ടറില്ലേ, വാട്ടർ യൂസ് ചെയ്യുന്നതിനേക്കാളും ചെറിയ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇത് എല്ലാം റെഡി ആയിട്ട് നമുക്കിനിപ്പോൾ അടച്ചു വെക്കാം. ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 4 to 6 hours ആകുമ്പോൾ ആവുമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഉണ്ടാക്കാനോ. ഓക്കെ, അപ്പം 2 കപ്പ് റൈസ്, അരിപ്പൊടി 2 കപ്പ് തേങ്ങാപ്പാൽ, ഈസ്റ്റ്, ഒരു നുള്ള് ഉപ്പ്, ബേക്കിംഗ് പൗഡർ, പിന്നെ ഷുഗർ ഞാൻ നന്നായിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇടുക. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും വെള്ളം വേണമെന്ന് വിചാരിച്ചതുപോലെ ചെറിയ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കാർഡമം പൗഡർ ഇട്ടു ഒരു മണത്തിന് വേണ്ടി. ഓക്കെ, നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്ത് തരട്ടെ. അപ്പം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഓക്കെ, ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം. ഓക്കെ, ഇത് വയ്ക്കട്ടെ. നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കണം കേട്ടോ.
ഞാനൊരു വലിയ ബൗളിലോട്ട് മാറ്റി, ചിലപ്പം നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടേക്കല്ലേ പൊങ്ങി വരുമായിരിക്കും വിചാരിച്ചിട്ട് ഇതിന് വലിയൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് 4 മണിക്കൂറായിട്ടോ. ഉണ്ടോ, പെട്ടിൻ്റെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിരിക്കുന്നു. അപ്പം നമുക്ക് എന്താ പറയുന്നത്, ഇത് കുറച്ച് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട്, ഞാനിപ്പം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോഴത്തേന് നന്നായിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയ പോലെ അല്ലേ? മതിയായിരിക്കും. ഓക്കെ, ഇനി ഒരു രസത്തിന് ഞാൻ 2-3 അവിടെ എവിടെയൊക്കെ 2-3 റൈസിന് ഇടാമെന്നിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ചിലർ പറയും എന്താ പറയണത്, കാഷ്യൂ നട്ട് ഇട്ടാൽ നല്ലതാന്നൊക്കെ പറയുന്നു. കാഷ്യൂ നട്ട് വറുത്ത് ഇടുകയൊക്കെ ചെയ്യുന്നതാണ് ചിലർ. വറുത്ത് ഒരു ഭംഗിക്കണ്ട, ഒന്ന് റൈസിന് ഇട്ടെന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് മൈക്രോവേവ് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളിപ്പം എന്താ പറയുക, ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഇത് സെയിം മാവ് ആ പാത്രത്തിൽ കോഴി ഒഴിച്ചുണ്ടാക്കിയാൽ മതി. ഓക്കെ, പിന്നെ എനിക്ക് മൈക്രോവേവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു പാത്രമുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് വെച്ച് ഉണ്ടാക്കാൻ പോവാം. നിങ്ങളിതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനകത്ത് വെച്ചിട്ട് ഈ മാവ് കോരി ഒഴിച്ച് ആവിയിൽ വെച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതെങ്ങനെ ഒരു പാത്രം എൻ്റെ കയ്യിലുണ്ട്, മൈക്രോവേവ് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടോ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ഓക്കെ, പണ്ടൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണ എങ്ങനെയാണ് ഒന്നും, ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമൊന്നും ഇവിടെ കിട്ടില്ല. അങ്ങനെ എന്തോ വാങ്ങിച്ചു വെച്ചതാണ്. 23 വർഷം മുമ്പ് ഇല്ലേ, 23 വർഷം മുമ്പ് വാങ്ങിച്ചു. 23 വർഷം മുമ്പ് വാങ്ങിച്ച പാത്രം ഇത്. ഓക്കെ, അന്നൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇഡ്ഡലി തട്ട് പോലെ ഉണ്ട്, അങ്ങനെ വാങ്ങിച്ചത്. ഓക്കെ, അപ്പം ഇതിനകത്ത് വെച്ച് ഉണ്ടാക്കാൻ പോവാം. ഇങ്ങനെ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൈക്രോവേവ് വെച്ചിട്ട് ആവി വരും. ഓക്കെ, സ്റ്റീം വരുമ്പോൾ നമുക്ക് ഇത് വെച്ച് പാത്രത്തിൽ അടച്ച് വെച്ചുണ്ടാക്കി അടിപൊളിയായിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം. ഓക്കെ, ഉണ്ടാക്കട്ടെ. മൈക്രോവേവ് വെച്ചിട്ട് ഇത് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇത് അടപ്പുണ്ടെങ്കിൽ നന്നായിട്ട് അടച്ചു വെക്കും. ഓക്കെ, അതിലിങ്ങനെ ഇത് വെച്ചിട്ട് വെള്ളം വെച്ചു. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പാത്രം വെക്കുക. ഓക്കെ, വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഓക്കെ, ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇനി മൈക്രോവേവ് അതിനുള്ളിൽ ഇരിപ്പുണ്ടത് ഉണ്ടോ, കാണാവുണ്ടോ? ഇനിയിപ്പോൾ ഞാൻ മൈക്രോവേവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെള്ളം ചൂടായി, അത് വെന്ത് നല്ല അടിപൊളി വട്ടയപ്പമായിട്ട് വരട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ഈസി ആയിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം, ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം. 10 മിനിറ്റ് വെച്ചിരുന്നിട്ടോ. ഇപ്പം എനിക്കൊന്നൊരു 3 മിനിറ്റ് ബാക്കിയുണ്ട്, ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അല്ലേ, പൊങ്ങി വന്നിട്ടുണ്ടോന്ന്, അല്ലെങ്കിൽ ഒന്നുകൂടെ വെക്കാം. എന്താ പറയുക, സ്റ്റിക്ക് കാണാം, സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കട്ടെ മാവ് വരുന്നുണ്ടെങ്കിൽ. ഇല്ലേ, ഉണ്ടെങ്കിൽ ഒരു എന്തായാലും 10 മിനിറ്റ് തന്നെ വെക്കാം. ഓക്കെ, അപ്പത്തിന് അത് റെഡി ആവട്ടെ. ഇനി ചെറുതായിട്ടൊന്ന് ഒന്നും വരണില്ലായിരുന്നു കേട്ടോ. കുത്തി നോക്കിയപ്പോൾ മാവൊന്നും വരുന്നില്ലായിരുന്നു. എന്നാലും ഒരു ബാക്കിയുള്ള 3 മിനിറ്റൂടെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആയിട്ടോ, ഇപ്പം തീരും. ഇപ്പം നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, എന്താ 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്കെടുത്ത് താഴോട്ട് വെച്ച് നോക്കാം. എടുക്കാം, എടുത്ത് നോക്കട്ടെ. ആയിട്ടിരിക്കുന്നല്ലേ, ഫ്ലഫി ആയിട്ടിരിക്കുന്നു. വട്ടയപ്പം റെഡി, ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ടോ നോക്കാം, സോഫ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇട്ട് നോക്കാം എങ്ങനെ ഇരിക്കണം അല്ലേ. അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ, ജിങ്കി ആയിട്ടിരിക്കുന്നു നമ്മുടെ വട്ടയപ്പം.
ഉണ്ടോ? അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ നമ്മുടെ വട്ടയപ്പം? ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം അല്ലേ? ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം റെഡി ആയിട്ടിരിക്കും. നമുക്കിനി തണുക്കട്ടെ. തണുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ കഴിച്ച് നോക്കാം എങ്ങനെയാണ്. ക്രിസ്മസിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വട്ടയപ്പം അല്ലേ? വട്ടത്തിൻ്റെ ഷേപ്പല്ലേ ഉള്ളിൽ. എൻ്റെ കയ്യിൽ വട്ടത്തിൻ്റെ ഷേപ്പുള്ള ഒന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ സ്ക്വയർ അപ്പം ഉണ്ടാക്കി. ദാറ്റ്സ് ഓക്കെ അല്ലേ? വട്ടയപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. നമുക്ക് സോഫ്റ്റ് അല്ലേ? നന്നായിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം റെഡി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ വട്ടയപ്പം സർവിങ് പ്ലേറ്റിലോട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കാം. നമുക്ക് ഒന്ന് അത് ചെയ്ത് നോക്കാം, കഴിച്ചു നോക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എൻ്റെ കുറച്ച് എന്താ പറയുക, അതും മട്ടൺ കറി. അപ്പം വട്ടയപ്പം ടേസ്റ്റ് ചെയ്യും. വട്ടയപ്പത്തിന് ശരിക്കും ഒന്നും വേണമെന്ന് പോലും ഇല്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ അതെ അടിപൊളി മട്ടൻ കറിയുണ്ട്. ഈ റൈസിന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഈ കാഷ്യൂനട്ടിനെക്കാളൊക്കെ നല്ല റൈസിന് വെക്കുന്നത് നന്നായിരിക്കും. ഇതേ പാത്രത്തിൽ കുറച്ച് മട്ടൻ കറി വെച്ചെന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അല്ലേ, ഇൻസ്റ്റൻറ്റ് രീതിയിൽ നോക്കുക. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് എളുപ്പത്തിൽ വേഗത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഓക്കെ, മധുരം ഞാൻ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അതുപോലെ റൈസിന് ഇട്ടാലും നന്നായിട്ടുണ്ട്. ഇഷ്ടമുള്ളവരിടുക, അല്ലേ അത് ഉണ്ടാക്കാം അല്ലേ? ഇപ്പം ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒക്കെ മൂളുന്നതാണ് പറ്റാത്തത്. അപ്പം ഹാപ്പി ക്രിസ്മസ്. ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.